ഹായ് മക്കളെ, എല്ലാവർക്കും റായത്ത് തന്നെയല്ലേ? അപ്പോൾ ഇന്ന് ചിക്കൻ പർദീസയാണ് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരുന്നത്. ഞങ്ങളുടെ കാസർഗോട്ടുകാരുടെ ചിക്കൻ പർദീസ. അപ്പോൾ ഭയങ്കര ടേസ്റ്റുള്ളൊരു കറിയാണ്. എനിക്ക് എത്രയോ ഓർഡർ കിട്ടിയ ഈ റെസിപ്പി നിങ്ങൾക്ക് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ച് ഞാൻ അതിനും വേണ്ടിയിട്ട് കുറച്ച് മല്ലിയിലയും ഒരു തക്കാളിയും ഒരു നീരുള്ളിയും ഒരു ക്യാപ്സിക്കും എടുത്തിട്ടുണ്ട്. പിന്നെ ചിക്കൻ നല്ലപോലെ കൈയിട്ട് വൃത്തിയാക്കിയിട്ടും വെച്ചിട്ടുണ്ട്. കൈയിട്ട് വൃത്തിയാക്കിയ പിന്നെ 1 കിലോ ചിക്കനാണ് ഉള്ളത്. ഇതിലേക്ക് ക്യാപ്സിക്കം, തക്കാളി, ഉള്ളി എല്ലാം സ്ക്വയറായിട്ട് കട്ടാക്കിയിട്ട് അത് ഇട്ട് കൊടുക്കണം. പിന്നെ ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ മന്തി മസാല പൗഡർ ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ട്. അത് ഇട്ടിട്ട് കറി വെച്ചെങ്കിൽ എന്തോ ഒരു ടേസ്റ്റ് തന്നെ. പിന്നെ വേണ്ടത് മുളകിൻ്റെ പൊടി 1.5 ടേബിൾ സ്പൂണ്. പിന്നെ വേണ്ടത് 1/2 ടേബിൾ സ്പൂണ് പെപ്പർ പൗഡറും 1 ടീസ്പൂണ് ഗരം മസാല പൗഡറും 1/2 ടീസ്പൂണ് മഞ്ഞൾപ്പൊടിയും. അപ്പോൾ അത്രയും ഞാൻ ഇതിലേക്ക് ഇട്ട് കൊടുത്ത് പിന്നെ ഇത്രയും ചിക്കന് 1/2 ടേബിൾ സ്പൂണ് ഉപ്പും 3 ടേബിൾ സ്പൂണ് തൈര് അത് മിക്സിയിലൊന്ന് അടിച്ചിട്ട് അതും ഇട്ട് കൊടുത്ത് പിന്നെ വേണ്ടത് ഇഞ്ചി വെളുത്തുള്ളിൻ്റെ പേസ്റ്റ് അത് 1 ടേബിൾ സ്പൂൺ ഇട്ട് കൊടുത്തിട്ട് കൈ കൊണ്ട് എല്ലാം കൂടി നല്ല പോലെ ഞാൻ ഉണ്ടിയിട്ട് ഒന്ന് മിക്സ് ആക്കിയിട്ട് എടുക്കണം. പിന്നെ ഇതിലേക്ക് വേണ്ടത് എണ്ണ ഞാൻ ഒലീവ് ഓയിൽ എടുക്കുന്നത്. നിങ്ങളെ കയ്യിലുണ്ടെങ്കിൽ ഒലീവ് ഓയിൽ ഒഴിക്കുക. അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതിന് പകരമായിട്ട് നിങ്ങൾ ഏത് എണ്ണ ഉപയോഗിക്കുന്നത്? തേങ്ങ എണ്ണ വേണ്ട. പിന്നെ വേറെ ഏതെങ്കിലും എണ്ണ നിങ്ങൾ ഉപയോഗിക്കുന്ന റിഫൈൻഡ് ഓയിൽ എടുത്താൽ മതി. 25 അണ്ടിപ്പരിപ്പ് 1 മണിക്കൂർ മുന്നേ തന്നെ ഞാൻ കുതിരാൻ വെച്ചിട്ടുണ്ടായിന്. അത് നല്ലപോലെ പേസ്റ്റ് ആക്കിയിട്ട് അരച്ചിട്ട് ഇതിലേക്ക് ഒഴിച്ചു കൊടുത്ത് പിന്നെ ഞാൻ ഇതിലേക്ക് 1/2 ടേബിൾ സ്പൂണ് മല്ലിൻ്റെ പൊടി ഇട്ട് കൊടുത്ത് അപ്പോൾ എല്ലാം കൂടിയിട്ട് നല്ല പോലെ മിക്സാക്കിയതിന് ശേഷം ഇത് റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് മാറ്റിയിട്ട് വെക്കണം. സമയം ഉണ്ടെങ്കിൽ 4-5 മണിക്കൂർ വെച്ചെങ്കിൽ അത്രയും ടേസ്റ്റ്. ഞാനിപ്പോൾ 2 മണിക്കൂർ വെക്കുന്നുണ്ട്. 2 മണിക്കൂർ വെക്കുമ്പോൾ തന്നെ അത്യാവശ്യം മോളും മസാല എല്ലാം പിടിക്കും. ഇനി 5 മണിക്കൂർ വെച്ചെങ്കിൽ കോഴിയെല്ലാം നല്ല പാങ്ങല സോഫ്റ്റായിട്ട് ഭയങ്കര ടേസ്റ്റ് കിട്ടും. അപ്പോൾ 2 മണിക്കൂർ ഇപ്പോൾ കഴിഞ്ഞ്. അപ്പോൾ എണ്ണ ഇതിലേക്ക് തന്നെ മിക്സ് ആക്കണോ? അപ്പോൾ ആ ഒരു കാര്യം വിട്ടു പോകണ്ട. 2 മണിക്കൂറിന് ശേഷം ഞാൻ തീ ഓണാക്കിയിട്ട് അടുപ്പിൽ വെച്ച് ഇനി 5 മിനിറ്റ് ഫുള്ള് ഫ്ലെയിമിൽ തന്നെ ഒന്ന് തിളപ്പിച്ചിട്ടെടുക്കണം. ഇപ്പം ഞാൻ തിളച്ച് കഴിഞ്ഞിട്ടാകുമ്പോൾ തീ ചെറുതാക്കി ഇനി ചെറിയ തീയിൽ തന്നെ ഒരു 20 മിനിറ്റ് ഈ ചിക്കൻ ഒന്ന് വേണം. അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് 1-2 പ്രാവശ്യം ഇളക്കി കൊടുക്കണം. നമ്മൾ ഈ അണ്ടിപ്പരിപ്പെല്ലാം അരച്ച് ചേർത്തുകൊണ്ട് അടുക്കി പിടിക്കാനെല്ലാം ചാൻസ് കൂടുതലുണ്ട്. ഇപ്പം നല്ലപോലെ വീണ്ടും മിക്സാക്കിയിട്ട് ഞാൻ മൂടി വെച്ചിട്ട് ചെറിയ തീയിൽ വേവിക്കുന്നുണ്ട്. അപ്പോൾ ആദ്യം 5 മിനിറ്റ് കഴിഞ്ഞിട്ടാകുമ്പോൾ ഒന്ന് ഇളക്കി കൊടുക്കുന്നത്. ഇപ്പം ഞാനിതാ വീണ്ടും മൂടിയിട്ട് ഒരു 20 മിനിറ്റും കൂടി ചെറിയ തീയിൽ വേവിക്കുന്നുണ്ട്. ഇപ്പോൾ 20 മിനിറ്റ് കഴിഞ്ഞിന്. അപ്പോൾ നല്ല പോലെ കോഴിയിലതാ നോക്ക് വെന്ത് വന്നിട്ടുണ്ട്. ചിക്കനെല്ലാം നോക്കിയാൽ ഇതിൻ്റെ കാലെല്ലാം നല്ല പോലെ വെന്തിട്ട് വന്നിട്ട് ഇപ്പോൾ ഈ ഒരു പരുവമായി കഴിഞ്ഞെങ്കിൽ പിന്നെ ഇനി കുറേ വേവിക്കൊന്നും വേണ്ട. അപ്പോൾ ചിക്കൻ പർദീസ ഈ ഒരു പരുവത്തിൽ കൂട്ടാൻ തന്നെ എന്തോ ഒരു ടേസ്റ്റ് തന്നെ. നല്ല കൊഴുത്ത ഗ്രേവിയോട് കൂടിയിട്ടുള്ള ചിക്കൻ പർദീസയാണിത്. അപ്പോൾ ഇനി നമ്മൾ കാഷ്യൂനട്ടെല്ലാം കൂട്ടിക്കൊണ്ട് തന്നെ ഇത് പിന്നെയും കട്ടിയാവും. അപ്പോൾ ഞാൻ എന്താക്കി 1 ടേബിൾ സ്പൂൺ കസൂരി മേത്തി ഒന്ന് പൊടിച്ചിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുത്ത് ഗരം മസാല ഇട്ട് കൊടുത്ത് അപ്പോൾ ലാസ്റ്റ് ഇത് ഇട്ട് കൊടുക്കുമ്പോൾ അതിൻ്റെ ഒരു ഫ്ലേവർ നല്ലോണം മുന്നേ തന്നെ കിട്ടും. അപ്പോൾ ഈ കസൂരി മേത്തി ജസ്റ്റ് ഒന്ന് ചൂടാക്കിയിട്ടായിട്ട് പൊടിച്ചിട്ടിടാം. ഇതിലേക്ക് ഞാൻ പാലാണ് കൂട്ടി കൊടുത്തത്. 3/4 കപ്പ് പാൽ 250 ml മെഷർമെൻറ്റ് കപ്പിൽ 3/4 കപ്പ് പാൽ ഞാൻ ഇതിലേക്ക് ഒഴിച്ചു കൊടുത്ത് പശുവിൻ്റെ പാലാണ് ഒഴിച്ചു കൊടുത്തിരുന്നത്. നല്ല കട്ടിക്കന്നെ കറി വേണമെന്നുണ്ടെങ്കിൽ 3/4 കപ്പ് ഒഴിച്ചു കൊടുക്കണം. ഇത് കുറച്ച് കഴിയുമ്പോൾ നല്ല കട്ടിയായിട്ട് തന്നെ ഉണ്ടാവും. ഇനി കുറച്ച് ലൂസായിട്ട് വേണമെന്നുണ്ടെങ്കിൽ പാൽ 1 കപ്പ് തന്നെ ഒഴിച്ചു കൊടുക്കുക. അപ്പോൾ എല്ലാം കൂടിയിട്ട് നല്ല മിക്സാക്കി കൊടുത്ത് ഇതിലേക്ക് കുറച്ചധികം മല്ലിച്ചപ്പല ഇട്ട് കൊടുത്ത് ഈ മല്ലിച്ചപ്പല കുറേ ഇട്ട് കൊടുക്കുമ്പോൾ കറിക്ക് നല്ലൊരു മണവും ടേസ്റ്റും കൂടും. അപ്പോൾ എല്ലാം കൂടിയിട്ട് നല്ല പോലെ ഒന്ന് ഇളക്കി യോജിപ്പിച്ചിട്ട് എടുക്കണം. പിന്നെ ഈ പാൽ കൂട്ടിയിട്ടായിട്ട് പിന്നെ കുറേ തിളപ്പിക്കേണ്ട ആവശ്യമില്ല. ജസ്റ്റ് തള വരുമ്പോൾ തന്നെ നമുക്ക് ഓഫാക്കാം. പിന്നെ ഇതിന് വേണ്ടിയിട്ട് നിങ്ങൾക്ക് ഫ്രഷ് ക്രീം വേണമെന്നുണ്ടെങ്കിൽ ഫ്രഷ് ക്രീം ഒഴിച്ചെങ്കിൽ ഇതിനായിട്ട് ടേസ്റ്റ് ഉണ്ടാവും. പിന്നെ സാധാരണക്കാരായ പെണ്ണുങ്ങളെ കയ്യിലിപ്പോൾ ഫ്രഷ് ക്രീമൊന്നും ഉണ്ടാവില്ല. അങ്ങനെ വിചാരിച്ചിട്ടാണ് ഞാനിപ്പോൾ ഈ പാൽ കൂട്ടിയിട്ട് നിങ്ങൾക്ക് കാണിച്ചത്. ഇത് എനിക്ക് എപ്പോഴും ഓർഡർ കിട്ടുന്ന കറിയാണ്. ചിക്കൻ്റെ ഈ ഒരു പർദീസ എത്രയോ ആൾക്കാർ വിരുന്നെല്ലുണ്ടെങ്കിൽ ഓർഡർ ആക്കിയിട്ട് കൊണ്ടുവന്ന കറിയാണ്. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ നിങ്ങൾക്ക് ഈ ഒരു കറീൻ്റെ റെസിപ്പി ഇട്ടുതന്നത്. അപ്പോൾ എല്ലാവർക്കും ഇത് ഇഷ്ടപ്പെടും, തീർച്ചയായിട്ടും ഇഷ്ടപ്പെടും. ബട്ടർ ചിക്കൻ എല്ലാം കൂട്ടുന്നില്ല, അതിനേക്കാളും ടേസ്റ്റാണ് ഈ ചിക്കൻ കറിക്ക്.
അപ്പോൾ എല്ലാവരും ഈ ഒരു കറി ഉണ്ടാക്കിയിട്ട് നോക്കണം. കാപ്സിക്കവും കസൂരി മേത്തിയും അതേപോലെ മല്ലിച്ചപ്പലും എല്ലാം ഇട്ടൊരു അടിപൊളി കറി. അപ്പോൾ എല്ലാം കൂടിയിട്ടാകുമ്പോൾ എന്തോ ഒരു ടേസ്റ്റ് തന്നെ. ലാസ്റ്റ് ഞാൻ കുറച്ച് കസൂരി മേത്തി ഇങ്ങനെ മീത്തൊക്കെ വിതറി കൊടുക്കുന്നുണ്ട്. കുറച്ച് മല്ലിച്ചപ്പലെല്ലാം ഇട്ട് കൊടുത്ത് പിന്നെ ഞാൻ കുറച്ച് ഫ്രഷ് ക്രീം ഇങ്ങനെ മുകളിലേക്കെല്ലാം ഒഴിച്ചു കൊടുത്തൊരു ഭംഗിക്ക് വേണ്ടിയിട്ട് വീഡിയോ എടുക്കുന്നതല്ലേ. അപ്പോൾ നിങ്ങൾ എല്ലാവരും നോക്കിയിട്ട് അഭിപ്രായം പറയണം.